വി.ഡി. സതീശനെ വെട്ടാൻ അവസാന അടവെടുത്ത് കെ.സി. വേണുഗോപാൽ. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോരാട്ടത്തിൽ ഇതാ കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ പോർമുഖം തുറക്കുന്നു. രണ്ടു പേർ ഒന്നിച്ചും അപ്പുറത്ത് ഒരാൾ ഒറ്റയ്ക്കുമാണ് ഇനി യുദ്ധം. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ആണ് സതീശനെതിരെ ഒന്നിക്കുന്നത്. പോഡ്കാസ്റ്റും വീഡിയോകളുമായി അവസാന ലാപ്പിൽ ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ സജീവമായത് കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. ധാരണ ഇതാണ്: ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി അധികാരമോഹി എന്ന ഇമേജിന് ഉടമയാകാൻ കെ.സിക്ക് ഇപ്പോൾ താല്പര്യമില്ല. എന്നാൽ സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിലുള്ള എതിർപ്പ് ശക്തമായി തുടരുന്നു. ചെന്നിത്തലയാകുന്നതിൽ വിരോധമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ ടൈമിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ. സെക്കൻഡ് ടൈം ആകുമ്പോഴേക്കും കെ.സിക്കുള്ള കളമൊരുക്കം പൂർത്തിയാകും. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് മാത്രമാണ് സതീശന് എതിർപ്പ്. ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകുന്നത് എങ്കിൽ സതീശന് എതിർക്കാനാകില്ല. രമേശ് ചെന്നിത്തല നയിക്കുന്ന മന്ത്രിസഭയിൽ സതീശൻ അംഗമാകുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ല. എങ്കിലും ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ ഒരു കാരണവശാലും അതിൽ സതീശന് പ്രതിഷേധിക്കാനാകില്ല. രമേശിൻ്റെ സീനിയോറിറ്റി സതീശനും അംഗീകരിച്ചേ പറ്റൂ. ഈ വസ്തുത കണക്കിലെടുത്ത് രമേശിനെ മുന്നിൽ നിർത്തി സതീശനെ വെട്ടാനാണ് കെ.സിയുടെ നിലവിലെ പ്ലാൻ. രമേശ് മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന ആദ്യ 2.5 വർഷം മുഴുവൻ വേണുഗോപാലിൻ്റെ ശ്രമം അടുത്ത 2.5 വർഷം തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയാകും. അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം അപ്പോഴേക്കും രൂപപ്പെടുത്തും. ഈ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല അവസാന ലാപ്പിൽ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റ് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള FB ഇൻസ്റ്റാ അക്കൗണ്ടുകൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല, OC-ക്ക് ശേഷം RC എന്ന തരത്തിൽ വൈകാരികമായ പ്രചാരണമാണ് അടിത്തട്ടിൽ നടക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ നേതാവായ ആളല്ല താനെന്ന ചെന്നിത്തലയുടെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്തു വെക്കണം. VM സുധീരൻ അടക്കമുള്ള നേതാക്കളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയാണ് ചെന്നിത്തലയുടെ ഈ നീക്കം. സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ ചെന്നിത്തല അംഗമാകുന്നതിൽ അഭംഗിയുണ്ട്. എന്നാൽ ചെന്നിത്തല നയിക്കുന്ന മന്ത്രിസഭയിൽ സതീശൻ അംഗമാകുന്നതിൽ കുഴപ്പമില്ല എന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും സതീശനെതിരായ ഈ കടുംവെട്ട് പ്രയോഗം കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ജനകീയ പിന്തുണ സതീശനാണ് എന്ന അവകാശവാദത്തെ പ്രതിരോധിക്കൽ അത്ര എളുപ്പമല്ല. കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി സതീശനാണ് എന്നാണ് വി.ഡി. സതീശൻ ക്യാമ്പിന്റെ പ്രചാരണം. എങ്കിലും ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിൽ അവർക്ക് വിരോധമുണ്ടാകില്ല എന്നാണ് കെ.സി പക്ഷത്തിന്റെ അനുമാനം. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി സതീശനെ ഒഴിവാക്കാനുള്ള ആലോചന ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ഇതാണ്. ആദ്യത്തെ 2.5 വർഷം ചെന്നിത്തല മുഖ്യമന്ത്രിയാകും. കെ.സി വേണുഗോപാൽ രമേശിനെ പിന്തുണയ്ക്കും. കാര്യങ്ങൾ ഹൈക്കമാൻഡ് സതീശനെ ബോധ്യപ്പെടുത്തും. ഹൈക്കമാൻഡ് തീരുമാനം സതീശൻ അംഗീകരിക്കും. അടുത്ത 2.5 വർഷമാകുമ്പോഴേക്കും വേണുഗോപാൽ അന്തരീക്ഷം തനിക്ക് അനുകൂലമാക്കും. ഈ പ്ലാനിൽ എന്ത് മാറ്റം വരും എന്നത് വി.ഡി. സതീശൻ ക്യാമ്പിൻ്റെ പ്രതികരണങ്ങൾ പോലെയിരിക്കും. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സതീശൻ പക്ഷം നീങ്ങിയാൽ കോൺഗ്രസിൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. മെയ് 4-ന് ശേഷം മാത്രമേ അതേക്കുറിച്ച് പറയാനാകൂ. അതെ, ആവേശകരമായ ക്ലൈമാക്സിലേക്ക് സിനിമ അടുക്കുകയാണ്. പക്ഷെ അപ്പോഴും പറയുന്നു, അല്പം കൂടി കാത്തിരിക്കൂ, വോട്ടെണ്ണി തുടങ്ങിയിട്ട് പോലുമില്ല.